ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടിയായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, ആ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രീൻ. ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. ഗൈസ്, ഈ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. ഏകദേശം ബാക്ക് സൈഡ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ഇത് ഏതാ വണ്ടിയെന്ന്. ഗൈസ്, ഇത് BMW M2 ആണ്. ഗൈസ്, ഏകദേശം 2016 മോഡൽ തന്നെയാണ്. ഗൈസ്, ഈ ഒരു വണ്ടി നമ്മൾ ഫുള്ള് പണിത് ട്യൂൺ ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട്. ഗൈസ്, എന്തായാലും കൊള്ളാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, ഇത് കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും വണ്ടി വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. ഗൈസ്, ഇന്ന് പിന്നെ ഈ ഒരു വണ്ടി കൊണ്ട് ഗൈസ് നമ്മൾ ഏറ്റവും ടോപ്പ്, ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എത്ര നമ്മൾ ഇന്ന് അറിയും. ഗൈസ്, ഇന്ന് നമ്മൾ ഫുള്ള് പണിതിട്ടുണ്ട്. ഗൈസ്, ഇതൊക്കെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ഗൈസ് ട്യൂൺ ചെയ്തതൊക്കെ. നമുക്ക് എന്തായാലും ഇത് എത്ര ടോപ്പ് സ്പീഡ് കയറും നോക്കാം, എത്ര മാക്സിമം സ്പീഡ് ഇതിൻ്റെ എത്ര കയറും എന്നൊക്കെ നോക്കാം. ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, നമ്മൾ മാപ്പിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം 11.7 കിലോമീറ്റർ ഉണ്ട്. ഗൈസ്, നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഇതിൽ മാക്സിമം എത്ര കിലോമീറ്റർ സ്പീഡ് ഇത് അടിക്കും എന്നൊക്കെ നമുക്ക് നോക്കണം. ഗൈസ്, കുറേ പരിപാടിയുണ്ട്. ഗൈസ്, നമുക്ക് ഏതെങ്കിലും വണ്ടിയാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെന്താ ഗൈസ്, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരോട് പറയാം. നമുക്ക് ഒന്നിച്ച് കളിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒന്നിച്ച് തന്നെ കളിക്കുന്നതായിരിക്കും. ഗൈസ്, എന്തായാലും നമുക്ക് അതും വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇടാം. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ BM പണിത് വെച്ചിട്ടുണ്ട്. ഗൈസ്, നമുക്കിനി നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകണം. ഗൈസ്, അതാണ് നമുക്ക് മെയിനായിട്ടുള്ള ആവശ്യമുള്ള. ഗൈസ്, ഞാൻ ഒന്നുകൂടെ പറയണത്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, കാരണം സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. നമുക്ക് സപ്പോർട്ടിംഗ് ഒക്കെ വളരെ ആരുമില്ല. ഗൈസ്, തീരെയില്ല. നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. ഗൈസ്, നമുക്ക് എന്തായാലും കൊള്ളാം. നമുക്ക് ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല. ഗൈസ്, എന്തായാലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുന്ന വണ്ടിയൊക്കെ നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. ഗൈസ്, നമുക്ക് വണ്ടി അങ്ങോട്ട് എടുക്കാം. ഈ അങ്ങോട്ട് എടുക്കാം. ഗൈസ്, കാരണം ട്യൂൺ ചെയ്തത് ഞാനാണ്, അതുകൊണ്ട് നല്ല അഗ്രസീവാണ്. ഗൈസ്, വണ്ടി കൈ പിടിച്ചൊന്നും നിൽക്കുന്ന ടൈപ്പൊന്നും അല്ല, അങ്ങനത്തെ ടൈപ്പൊന്നും അല്ല നമ്മുടെ വണ്ടി. ഗൈസ്, നല്ല രീതിയിലുള്ള അഗ്രസീവ് മൂഡുള്ളൊരു വണ്ടി തന്നെയാണ്. ഗൈസ്, നമുക്ക് നേരെ പോവാം. ഗൈസ്, നമ്മളൊരു ബുഗാട്ടി കൊണ്ട് വരുന്നുണ്ട്. ഗൈസ്, ഒരു ബുഗാട്ടി ചീറോൺ കൊണ്ട്. ഗൈസ്, ഇതിനകത്ത് അത്യാവശ്യം നല്ല റേറ്റുള്ള വണ്ടി തന്നെയാണ്. ഗൈസ്, നമ്മളെന്തായാലും അവനെ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ അവനെ ഇറക്കും. ഗൈസ്, നമ്മുടെ BM അടിപൊളിയാണ്. ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു BM എന്ന് പറഞ്ഞാൽ. ഈ ഒരു BM എന്നല്ല ഗൈസ്, എനിക്ക് BMW അത്യാവശ്യം നല്ല ഇഷ്ടമുള്ള വണ്ടി തന്നെയാണ്. എനിക്ക് അങ്ങനെയൊന്നുമല്ല ഗൈസ്, ഒരുമാതിരിപ്പെട്ട വണ്ടികളും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. പ്രത്യേകിച്ച് BMW ഒക്കെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ളൊരു വണ്ടി തന്നെയാണ്. നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോയിട്ട് വേണം നമ്മുടെ BM-ൻ്റെ പവർ എന്താണെന്നറിയാം. പക്ഷേ ഗൈസ്, എനിക്ക് ആ ടൊയോട്ട സുപ്ര തന്നതിൻ്റെ ഒരു സുഖവും ഞാൻ ഇത്രയും വണ്ടി ഓടിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ടൊയോട്ട സുപ്ര എനിക്ക് തന്ന സാധനം വേറെ ലെവലൈറ്റം തന്നെയാണ്. ഗൈസ്, സത്യം പറയാമല്ലോ, ആ ഒരു സുഖം എനിക്ക് വേറൊരു വണ്ടി എനിക്ക് തന്നിട്ടില്ല. ഗൈസ്, ഇത് നമ്മുടെ സിറ്റി ഏരിയ ആണ്. സിറ്റി ഏരിയ ആകുമ്പോൾ പെയ്യെ തന്നെ നമ്മൾ വണ്ടി കൊണ്ട് പോകണം. അതാണ് നമ്മുടെ ഒരു നിയമം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും പെയ്യെ പോവാം. ഏകദേശം 60 കിലോമീറ്റർ ഒന്നുമല്ല. പെയ്യെ മര്യാദയ്ക്കാണ്, റോഡ് ഫ്രീ ആണ്. കുറച്ചുകൂടെ സ്പീഡൊക്കെ കൂട്ടല്ലേ, കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി കുറച്ച് അങ്ങനെയൊക്കെ പോകാം. ഗൈസ്, നമ്മുടെ വളമൊക്കെയാണ്, അപ്പോൾ ഇച്ചിരി പെയ്യൊക്കെ പോകാം. വളമൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടും. കാരണം ഇത്ര നമുക്ക് നേർവഴിയായിരുന്നു, അതുകൊണ്ട് നമ്മൾ പെയ്യാവുന്നത്. വളമൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്പീഡും കൂടും. കാരണം അതങ്ങനെയാണ് ഗൈസ്, അത് അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അത് നമ്മുടെ മൈൻഡ് വരുന്നൊരു തോട്ടും കാര്യങ്ങളാണ്. നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ, സാഹസികതയാണ് മെയിൻ. ഇപ്പോൾ മതിലിടിക്കാൻ ചെന്ന പോലെ വന്നിട്ട് നിങ്ങൾ വിചാരിച്ചാണ് വണ്ടി ഇപ്പോൾ മതിലിടിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതൊക്കെ സാഹസികതയാണ്. ഗൈസ്, നമ്മുടെ വണ്ടിക്ക് കൺട്രോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൺട്രോളൊക്കെ ഉണ്ട്. ഈ ഒരു വളവ് തിരിയാനുള്ള കൺട്രോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോന്നറിയാം, ഞാൻ തിരിക്കാൻ മറന്നുപോയി. തിരിച്ച് ഗൈസ്, നമ്മുടെ വണ്ടി ഇങ്ങനെ ലേറ്റായിപ്പോയി. നമുക്കിനി നേരെ നമ്മുടെ ട്രാക്കിലേക്ക് ഏകദേശം 8.5 കിലോമീറ്ററുണ്ട്. അത്ര നേരം നമ്മൾ പെയ്യാണോ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, പെയ്യൊന്നും അല്ല. ഇടയ്ക്കൊക്കെ നമ്മൾ വണ്ടി അങ്ങോട്ട് കത്തിക്കും. നമ്മളിപ്പോൾ അങ്ങോട്ട് കത്തിക്കും. ഗൈസ്, ഇവിടെ ആൾക്കൂട്ടം വരാൻ പോകണം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു മര്യാദയ്ക്ക് നമ്മൾ പോവാവും. അല്ലെങ്കിൽ അത് ഭയങ്കര കേസായിട്ട് മാറും. ഗൈസ്, കാരണം നമ്മൾ അത്ര ആൾക്കാരുടെ ഇടയിൽ കൂടെ 100-110 സ്പീഡ് എത്രയും പേരുടെ ഇടയിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഗൈസ് അത് ഭയങ്കര സീനാവും. പിന്നെ നമുക്ക് ഫാൻസ് കൂടും. ഗൈസ്, പിന്നെ ആകെ പ്രശ്നങ്ങളൊക്കെ ആവും. അതിൽ നല്ല നമ്മൾ മര്യാദയ്ക്ക് ഈ ഒരു റൂട്ടിൽ കൂടെ മര്യാദയ്ക്ക് പോകുന്നതാണ്. നമുക്ക് എന്തായാലും മര്യാദയ്ക്ക് പോകും. ഗൈസ്, നമ്മുടെ സൈഡിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. നമ്മുടെ വരവേറ്റം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഗൈസ്,
അവന്മാരെല്ലാവരും നമ്മൾ ഫാൻസാണ്. നേരെ അങ്ങോട്ട് പോകാം. നമുക്ക് നമ്മുടെ BM പവറാണ് ഇത്. മീൻസ് നമ്മൾ ചെയ്തേക്കുന്ന ഡിസൈൻ എനിക്ക് കൊള്ളാം, ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ഡ്രിഫ്റ്റ് അടിച്ച് വരയ്ക്കണം നമ്മുടെ ഫാൻസിന് കാണിക്കാൻ വേണ്ടി. മീൻസ് കണ്ട് നമ്മൾ കുട്ടികൾ ഡ്രിഫ്റ്റൊക്കെ കൊടുത്തിട്ടാണ് മീൻസ് നമ്മൾ പോകുന്നത്. പിടിച്ചേനെ എന്തായാലുള്ള മീൻസ് നമ്മൾ അത്യാവശ്യം കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സ്പീഡൊക്കെ പോവാം. ഇല്ല ഇടിച്ച് ഗൈസ് അവൻ ഇടിച്ച് ഞാനങ്ങ് ഗൈസ് അവൻ മത്തിയിൽ പൊളിച്ചോണ്ട് പോയി. അത്ര സ്പീഡ് വന്നിട്ട് ഒരു ഇടി കൊടുക്കും. അപ്പോഴത്തേക്ക് അവൻ മത്തിയിലൊക്കെ ഇടിച്ച് പൊളിച്ച് ഗൈസ് വണ്ടിക്ക് അവൻ്റെ 2 തവണയൊക്കെ കറങ്ങി കേട്ടോ. അത്രയും പവറുണ്ടായിരുന്നു, കാരണം അത്ര സ്പീഡല്ലേ വന്നത്. നല്ല പവറായിരുന്നു ഗൈസ്. ഇടിച്ച് ഗൈസ് നമ്മുടെ വണ്ടി 2ാമത്തെ തവണ ഇടിച്ച് ഗൈസ്. ഭയങ്കര ശകുനമുള്ളൊരു വണ്ടിയാണ് കേട്ടോ. നമ്മൾ ഡാമേജിൻ്റെ കാര്യം നമുക്ക് ഓഫ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വണ്ടി ഫുള്ള് വൃത്തിയിടാം ഗൈസ്. നമ്മുടെ സ്പീഡോമീറ്റർ ഉണ്ടോ, ഒരു RPM മറ്റേ ഇതുണ്ട് ഗൈസ്. ഡിജിറ്റൽ വരെ നമ്മൾ ഗിയർ കാണിക്കുന്നുണ്ട് ഗൈസ്. ഡിജിറ്റൽ ഗിയർ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നോർമൽ എന്താ സ്പീഡോമീറ്ററിനേക്കാളും കുറച്ചുകൂടെ വേഗതയിലാണ് നമ്മൾ ഡിജിറ്റൽ കാണിക്കുന്നത് ഇതിൽ ഗൈസ് ആണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഇതിലിങ്ങനെ ആയിരിക്കും, പക്ഷെ നമ്മൾ ഹാൻഡ് ബ്രേക്കൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് ഗൈസ് നല്ല ലേറ്റ് ആകുന്നുണ്ട്. ലേറ്റൻസി എനിക്ക് ഇടയ്ക്കും തോന്നിയായിരുന്നു. ഇടയ്ക്ക് തമ്മിൽ ചെറിയ ലേറ്റൻസി ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതെന്തേലും ആട്ടെ. വണ്ടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി പക്ഷേ കുരുങ്ങിപ്പോയിരുന്നു ഗൈസ്. നമ്മൾ വണ്ടി നോക്കി തിരിഞ്ഞു, പക്ഷെ വണ്ടി ഇപ്പോൾ കുരുങ്ങിപ്പോയത്. ഓക്കെ ഗൈസ്, നമ്മൾ ഫുൾ ഇത് വ്യൂ ക്യാമറയുടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ വ്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കി നമ്മുടെ ട്രാക്കിലേക്ക് ഏകദേശം 2.3 കിലോമീറ്റർ ഉള്ളൂ ഗൈസ്. അത് വലിയ പാടൊന്നുമില്ല, സുഖമായിട്ട് പോവാം ഗൈസ്. അവനെ സുഖമായിട്ട് അടിച്ച് കളയാം. ഇത് നമ്മൾ ചെയ്യാത്തില്ല, ഇതുപോലെ അടിച്ച് കളയാമെന്നുള്ളൂ. നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഗൈസ്. നമ്മുടെ ഈ കാർ ഇപ്പോൾ വന്നതല്ലേ, കാർ ഇപ്പോൾ ലോഞ്ച് ചെയ്ത് തന്നേ കാർ ഗൈസ്. നമ്മൾ ഫുള്ള് കൈ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് നമ്മൾ കയറിപ്പോകും. നമ്മൾ പിന്നെ ചെയ്യാത്തതാണ് ഗൈസ്. അതുകൊണ്ട് അവൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയി. അവൻ അത്രയും കാരണം നടുക്കൂടെ ഒരു പോക്കൊക്കെ പോയി ഗൈസ്. എന്തായാലും കൊള്ളാം. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. ഇനി ഇവിടുന്ന് പോവാം. ഇവിടുന്ന് ഗൈസ് നമ്മുടെ ലെഫ്റ്റാണ് ഗൈസ്. ഇൻഡിക്കേറ്റർ ഇടാൻ പറ്റത്തില്ല ഈ ഗെയിമിൽ. അതുകൊണ്ട് ഉണ്ടായിരുന്ന സെറ്റായിരുന്നു. ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്ന പ്രൊഫഷണൽ പെർഫെക്റ്റ് സാധനം ഗൈസ്. ഇൻഡിക്കേറ്റർ വേണമായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഗൈസ് നമ്മൾ വണ്ടിയൊന്നും പിടിച്ചിട്ട് നിൽക്കുന്നൊന്നുമില്ല. നമ്മൾ കുറേ ഇങ്ങ് പോകുന്നെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഗൈസ് ഇങ്ങോട്ടിടാം. വണ്ടി ഇങ്ങോട്ടിട്ടിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി ഇറക്കിയിട്ടിട്ടുണ്ട് ഗൈസ്, കുറച്ചുകൊണ്ട് ഇറക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുക്കാം ഗൈസ്. വണ്ടി ലുക്കൊക്കെ കൊള്ളാം കേട്ടോ. സ്പീഡത്തിൻ്റെ സംഭവമൊക്കെ സൈഡിൽ ചെറിയൊരിതുണ്ട്. ഗ്ലാസ്സിലെല്ലാം പൊടിയാണ് ഗൈസ്, ഗ്ലാസ് ഫുള്ള് പൊടിയാണ്. നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. നമ്മൾ സെറ്റാണ്, ലുക്കൊക്കെ സെറ്റാണ്. നമ്മളങ്ങോട്ട് പറപ്പിച്ചാൽ മതി ഗൈസ്, നമ്മളെ പറപ്പിക്കും. ഓക്കെ ഗൈസ്, പൊടിയൊക്കെ പറത്തി നമ്മൾ സീനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഗൈസ്. 3ാമത്തെ ഗിയർ 230, 4ാമത്തെ ഗിയർ ഗൈസ് 309 ഗൈസ്. 5ാമത്തെ ഗിയറായിട്ടുണ്ട്. 4ാമത്തെ ഗിയർ 309 കയറിയിട്ടുണ്ട്. ഇടിച്ചടാ ഗൈസ്. 4ാമത്തെ ഗിയർ 309, 5ാമത്തെ ഗിയർ ഗൈസ് എത്ര കയറും? 376 79 ഗൈസ്. 379. 6ാമത്തെ ഗിയർ വീണ്ടുണ്ട് ഗൈസ്. 382 ആയിട്ടുണ്ട്. 83, 84 ഗൈസ്. 384. എന്താ മോനെ, 384 വരെ ആയിട്ട് നിൽക്കുകയാണ് ഗൈസ്. എന്തായാലും ഒരു 390 കയറും കുറഞ്ഞു. എത്ര കിലോമീറ്ററിന് അത്രയും ബാക്കിയും കൂടെ ഉണ്ടായിരുന്നു. ഒരു 390 കയറും, അല്ലെങ്കിൽ ഒരു 400 കയറാനുള്ളൊരു പവറുണ്ട്. 400 ജസ്റ്റ് ലോഞ്ച് ചെയ്യും, അതിനുള്ള പവറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗൈസ് നമ്മുടെ ആക്സിലറേഷൻ്റെ ഇതും നമ്മുടെ റൂട്ടിൻ്റെ ആ ഒരു തിരിവൂടെ വെച്ച് നോക്കുമ്പോൾ ഗൈസ് ഉറപ്പായിട്ടും അത്ര സ്പീഡ് വരുമ്പോൾ നമുക്ക് വണ്ടി കിട്ടത്തില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴും സ്പീഡ് കൂട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് അതിനുള്ള ഇതും കിട്ടത്തില്ല. കാരണം അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടിച്ചിടിച്ച് കാര്യമായി
അതിലിടിച്ചില്ല ഗൈസ്, നോക്കി അതിലിടിച്ചത്. ഓ കറക്റ്റ് സ്ഥലത്താണ് ഗൈസ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ നിന്ന് റൗണ്ട് അടിച്ച് തന്നാൽ മതി ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇത് കളിക്കുന്നുണ്ട്, ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒന്നിച്ച് കളിക്കാൻ പറ്റുന്നതായിരിക്കും. ഒന്നിച്ച് കളിക്കാൻ ഗൈസ് നമ്മൾ മാക്സിമം നോക്കാം. എന്നിട്ട് അതൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം ഗൈസ്. എന്തായാലും നമുക്ക് നേരെ വീഡിയോ ക്ലോസ് ചെയ്യാം. ഓക്കെ ബായ് ഗൈസ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാർ വേണം ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ അതും കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. ഓക്കെ ബായ്.